നെയ്ച്ചോറ്. നെയ്ച്ചോറിൻ്റെ കൂടെ ഏത് കറിയാണേലും അടിപൊളിയാണല്ലേ. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗീ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/4 കപ്പ് കശുവണ്ടി കൂടി ഇട്ട് ചെറിയ ഫ്ലെയിമിൽ നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. കശുവണ്ടി കരിഞ്ഞു പോവാതെ നോക്കണേ. സവാള ഇതുപോലെ കനം കുറച്ച് അരിയണം. 1/2 കപ്പ് സവാള കൂടി വറുത്ത് മാറ്റി വെക്കാം. സവാള ഒരു ബ്രൗൺ കളറൊക്കെ ആകാൻ നേരത്ത് കോരി മാറ്റാം. ഇനിയാണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ്. കുറച്ച് കറിവേപ്പിലയാണേ, അതും ആ നെയ്യിലിട്ട് വറുത്ത് മാറ്റി വെക്കാം. നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ കറിവേപ്പില. മിക്കവരും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നേരത്ത് ഇതൊന്നും ഇടാറില്ല, പക്ഷെ ശരിക്കും അതിട്ടാ നല്ല ടേസ്റ്റാ. അതേ പാനിലേക്ക് കുറച്ചുകൂടി നെയ്യിട്ട് കൊടുത്ത് ചെറിയ കഷ്ണം കറുവാപ്പട്ട, 10 ഗ്രാമ്പൂ, 5 ഏലക്ക ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ വഴറ്റാം. എരിവിനാവശ്യത്തിനായ പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക. ഞാനിവിടെ 1 മുളകാണ് എടുത്തേക്കുന്നത്. ചെറുതായി അരിഞ്ഞു വെച്ച സവാള കൂടി ഇട്ടുകൊടുത്ത് പിങ്ക് ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് സവാള ആട്ടോ എടുത്തേ. അത് പിങ്ക് ആയി വരുമ്പോഴേക്കും 2 കപ്പ് കഴുകി വെച്ച ജീരകശാല അരി കൂടി ഇട്ട് കൊടുക്കുക. ഇതിനെ 5 മിനിറ്റത്തേക്ക് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണേ. അരിയൊക്കെ നല്ല പോലെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് 4 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അതാണ് കേട്ടോ കണക്ക്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ പിഴിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി മൂടി വെച്ച് 10 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ചോറൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ചോറൊക്കെ നല്ല വിട്ട് കിടക്കുന്നത്. കഴിഞ്ഞിട്ടില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പാണ് മെയിന്. നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച കശുവണ്ടി, സവോളയും കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അത് ഫ്ലെയിമിലൊന്നും അല്ലാതെ 10 മിനിറ്റത്തേക്ക് മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഫ്ലേവറൊക്കെ റൈസിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി അത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആട്ടോ. ഏത് കറിയുടെ കൂടെ വേണേലും ഈ ഗീ റൈസ് അടിപൊളിയാ. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.